കേരളത്തിലെ CPM-ന്റെ കുത്തക തകർത്തെറിയാൻ ശക്തമായ തന്ത്രങ്ങളുമായി രംഗത്തിറങ്ങുകയാണ് BJP. കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരങ്ങൾ സർക്കാരിനെതിരാണെന്നും ഇനിയും ഇടത് സർക്കാർ അധികാരത്തിൽ വരാൻ അവർ ആഗ്രഹിക്കുന്നില്ലെന്നും സൂചനകൾ വന്ന സാഹചര്യത്തിൽ അതിനെതിരെയുള്ള ചുവടുവയ്പ്പുകളാണ് BJP നടത്താൻ ഒരുങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കേന്ദ്രമന്ത്രി അമിത് ഷാ നേരിട്ട് തിരഞ്ഞെടുപ്പിൽ പുതിയ തന്ത്രങ്ങൾ BJPക്ക് പകർന്നു നൽകുമെന്നാണ് വിവരങ്ങൾ. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ചെറുതും വലുതുമായ വിവിധ മേഖലകളിൽ സ്വാധീനം ഉറപ്പിക്കാനാണ് ശ്രമം. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി പരിഷ്കരിച്ചതിനെതിരെയുള്ള വിമർശനങ്ങളെ മറികടക്കാനും തൊഴിലുറപ്പ് മേഖലയിലെ CPM കുത്തക തകർക്കാനും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ വാർഡുകൾ തോറും BJP-കാരുൾപ്പെടെയുള്ള തൊഴിലാളികളുടെയും അനുഭാവികളുടെയും സമ്മേളനം വിളിക്കും. നിയമസഭാ മണ്ഡലം അടിസ്ഥാനമാക്കി പഞ്ചായത്ത് തലത്തിലും കൂട്ടായ്മയും സമിതികളും ഉണ്ടാക്കി തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിക്കും. ഇതിനും തുടർ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന നേതാക്കൾക്ക് ചുമതല നൽകി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് VBG റാംജി എന്നാക്കിയതിനും വിഹിതം വെട്ടിക്കുറച്ചതിനും പുതിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതിനുമെതിരെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും രംഗത്തുണ്ട്. പ്രതിരോധിക്കാൻ ഇപ്പോൾ നൽകുന്ന തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125-ആയി മോദി സർക്കാർ ഉയർത്തിയെന്നും തൊഴിൽ നൽകിയില്ലെങ്കിൽ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും തൊഴിലാളികളെ ബോധ്യപ്പെടുത്തും.